आने से यार ऐसा आया निखार जैसे आई बाहर हो नहीं। तेरे होठों के जाम पी लूं सुबह शाम तू तो मेरा ही नाम हो गई। मेरी दुनिया में तूने है रंग भरा मेरे साथ ही दुनिया देख जरा। मेरी तू ही तो है प्यारी दुनिया सा। तेरे आने से यार ऐसा आया निखार जैसे आई बाहर हो नहीं। तेरे होठों के जाम पी लूं सुबह शाम तू तो मेरा ही नाम हो गई। मेरी दुनिया में तूने है रंग भरा मेरे साथ ही दुनिया देख जरा। मेरी तू ही तो है प्यारी दुनिया सा। ജാനി, നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് നമ്മുടെ കല്യാണ ദിവസമായിട്ട് നിനക്ക് സന്തോഷമില്ലേ? എനിക്ക് പാറുവിന്റെ കാര്യം ആലോചിക്കുമ്പോ, അവളെ വിട്ട് ഞാൻ ഒരുപാട് ദൂരം പോയി താമസിക്കുന്നത് ആലോചിക്കുമ്പോ ജനനി, നമ്മളതിന് അവളെ വിട്ട് പോകുന്നതല്ലോ. കുറച്ചു കാലം ബിസിനസ് ആവശ്യത്തിന് ബോംബെ പോയി താമസിക്കുന്നു. അവളെ കൊണ്ടുപോകാൻ പറ്റുമോ? അവളിവിടെ പഠിക്കല്ലേ. അവള് ഹോസ്റ്റലിൽ നിൽക്കട്ടോ. പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് അവളെ കൊണ്ടുപോവാം. എന്താ, അതുപോലെ? ഞാൻ പറഞ്ഞല്ലേ ആരോ അവളെ കൂടെ കൊണ്ടുപോവാന്ന്. അവിടെ ഏതെങ്കിലും നല്ല കോളേജ് നോക്കിയാ പോരെ. ഇവിടെ ഇപ്പൊ അവള് ജോയിൻ ചെയ്തിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. എനിക്ക് അവളില്ലാതെ പറ്റില്ല ആരോ. ജനനി, നീ പ്രാക്ടിക്കലായി ചിന്തിക്കേ. ശരിയാ, അവള് കുഞ്ഞാ. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും മാത്രം. അവൾക്ക് 18 വയസ്സായി. അവളും ജീവിതം പഠിക്കണ്ടേ? എന്നും നീ നോക്കിക്കൊണ്ടിരിക്കുവോ? മുംബൈ പോലുള്ളൊരു നഗരത്തിൽ അവളെ കൊണ്ടുപോയിട്ടിട്ട് എനിക്കോ നിനക്കോ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിലും നല്ലതല്ലേ ഈ നാട്. ഇതിപ്പോ അവൾക്കറിയുന്ന നാട്, അവൾക്കറിയുന്ന കോളേജ്. 3 വർഷമല്ലേ, അവളും ജീവിതം പഠിക്കട്ടോ. ആരോ, നീ പറയുന്നതെല്ലാം ശരിയാ, മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ അവക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടാവണ്ടേ? സത്യത്തിൽ ഞാൻ വരേണ്ട ആവശ്യമുണ്ട് ആരോ? ഞാനിവിടെ തന്നെ നിന്നാ പോരെ? ജനനി, പിന്നെ ഞാൻ ആരാ? ഞാൻ നിന്നോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, അവൾ എനിക്കും അനിയത്തിയാ. എനിക്ക് എന്റെ മോളെ പോലെ അവള്. നമ്മൾ ചേർന്ന് തന്നെ അവളെ നോക്കും. പക്ഷെ ഇപ്പൊ അവളിവിടെ പഠിക്കട്ടെ. നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ബിസിനസ് എല്ലാം സെറ്റാക്കി എന്നിട്ട് നമുക്ക് അവളെ കൊണ്ടുപോവാം. നീ ഇപ്പൊ തൽക്കാലം ഭക്ഷണം കഴിക്കേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണോടോ. ആരോ, ഇന്ന് നമ്മൾ നിന്റെ നാട്ടിലെത്തിയിട്ട് ഇന്ന് രാത്രി തന്നെ മുംബൈയിലേക്ക് പോവോ? അതോ നാളെ ഏർലി മോർണിംഗിനാണ് ഫ്ലൈറ്റ്. അതിനു മുമ്പ് നമുക്ക് ബയ്യെ ഒന്ന് കാണണം. ഇനി എത്ര മണിക്കൂർ എടുക്കും നിന്റെ നാട്ടിലെത്താൻ? ബയ്യെ നേരത്തെ വിളിച്ചത് കണ്ടില്ലേ? ബയ്യെ കണ്ടു പോകുമ്പോ എന്തായാലും രാത്രിയാവും. നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടിയ പോരെ? നേരത്തെ അച്ഛനല്ലേ വിളിച്ചത്? ബയ്യെയാണ് വിളിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ബയ്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയതാ. അപ്പോ ബയ്യയുടെ അടുത്ത് അച്ഛനുണ്ടാവോ? അച്ഛനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ സംസാരിച്ചിട്ട് തന്നെ കുറെ കാലമായി. അച്ഛന് പണം മാത്രം മതി. എന്നെ അയാൾ നോക്കിയിട്ടേ ഇല്ല. തനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ അല്പം നേരം കിടന്ന് ഉറങ്ങിപ്പോ. ബോറടിച്ചിരിക്കണ്ടല്ലോ. ആരോ, കുറച്ച് കഴിഞ്ഞ് എന്നെ വിളിക്കണം. ഓ, ഭയങ്കര ട്രാഫിക് ആണല്ലോ. നല്ല ഉറക്കത്തിലാണല്ലോ മാഡം. മനുഷ്യനാണെങ്കിൽ ബോറടിക്കുന്നു. വിളിക്കണോ? ജനനി, അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കോട്ടെ. ഓ, ഇവനോ? സ്പീഡിൽ പോവാം. അവൻ എന്നെ കണ്ടോ എന്നോ. ഈ സമയത്ത് തന്നെ എല്ലാം കൂടെ കേറി വന്നോളൂ.
നീ എന്താടാ എന്നെ കണ്ട് പേടിച്ചോടുകയാണോ? ഇറങ്ങി വാടാ. നിന്നെ കണ്ട് പേടിക്കാൻ നീ ആരാടാ? ഞാൻ എവിടെയാ? ആ മേഡം എണീറ്റോ? മേഡത്തിന് പെയിൻ വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തു പറ്റി മാഡം? എന്തിനാ കരയുന്നത്? എന്തു പറ്റിയില്ല? എന്താ ഇവിടെ പ്രശ്നം? ദീപക് സർ, മാഡത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. ഡോക്ടർ ആരും എവിടെ? അവൻ ഓക്കെ ആണോ? ആരവോ? അതാരാണ്? അപ്പൊ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാരാ? ആരവല്ലേ? ഇവിടെ രണ്ടുപേരാ കൊണ്ടുവന്നത്. അതിൽ തോമസ് ആണ് ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത്. മറ്റേയാൾ കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല മാഡം, ആരാ ഈ ആരം? ആരം എന്റെ ഹസ്ബൻഡാണ്. ആരവ് വിശ്വനാഥൻ, ARVയുടെ CEO ആണ്. ആരോ വിശ്വനാഥന്റെ വൈഫോ? ആരോ മാരീഡ് ആണോ? ആക്ച്വലി ഇന്നലെയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഞാൻ ഈ വേഷമൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നതാണ്. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ്. ഞങ്ങൾ രണ്ടാളും അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാ ഈ ആക്സിഡന്റ്. ആക്ച്വലി എന്താ നിങ്ങൾക്ക് പറ്റിയത്? അവിടെ എന്തൊക്കെ നടന്നെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഒരു കാർ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഏതൊരു ട്രക്ക് വന്നു, നിനക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ഡോക്ടർ, ആരവ് സത്യത്തിൽ സേഫ് അല്ലേ? അവനൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? മായ, അതിനെക്കുറിച്ച് എനിക്കും ഒന്നും അറിയില്ലല്ലോ. ഞാൻ പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ് ആരോ, ആരവിന്റെ ഫാമിലി. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. താനിപ്പോ തൽക്കാലം റെസ്റ്റ് എടുക്ക്. മായ, എന്റെ പേര് ജനനി എന്നാണ്. ജനനി എന്നാണോ പേര്? ഇവിടെ രജിസ്റ്ററിൽ മായ എന്നാ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോ അയാൾക്ക് പേര് അറിയുന്നുണ്ടാവില്ല അല്ലേ? അതെ, തോമസ് എന്ന് പറയുന്ന ആളെ എനിക്കറിയില്ല. ഇന്നലെയല്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല. ചിലപ്പോ അറിയില്ലായിരിക്കും. അലീന, എന്നിട്ട് തോമസ് എവിടെ? അയാൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞാ പോയത്. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താന്ന് പറഞ്ഞാ പോയത്. പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ജനനി, അയാൾ ഫ്രഷ് ആകാൻ പോയതാണെന്നല്ലേ പറഞ്ഞത്? തിരിച്ചു വരുമ്പോ നമുക്ക് അന്വേഷിക്കാം. അപ്പൊ താൻ റെസ്റ്റ് എടുക്കാം. ഓക്കെയോ? ഓക്കെ. ഡോക്ടർ, എനിക്ക് അകത്തേക്ക് വരാലോ അല്ലേ? ആ വിശ്വനു, വരൂ. എന്താ വിളിപ്പിച്ചത്? ആ റിപ്പോർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അതൊന്നുമല്ല. എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായി. എന്താടോ ഇത്ര സീരിയസ്? ആരവിന്റെ കല്യാണം കഴിഞ്ഞോ ഇന്നലെ? അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ അവന്റെ ഒക്കെ ഭാഗ്യം എന്ന് കരുതും. എന്നാ കുഴപ്പമില്ല. തന്റെ ഭാഗ്യം ഇവിടെ അഡ്മിറ്റാ. മനസ്സിലായില്ല. താൻ എന്നു മുതലാടോ ഇങ്ങനെ വളച്ചു കിട്ടിയപ്പോ സംസാരിക്കാൻ തുടങ്ങിയത്? ആരവിന്റെ കല്യാണം കഴിഞ്ഞു ഇന്നലെ. ആ കുട്ടി ഇവിടെ അഡ്മിറ്റാ, തന്റെ മരുമോള്. എന്തൊക്കെയാ താൻ ഈ പറയുന്നത്? അത് ആരവാവാനൊന്നും സാധ്യതയില്ല. സത്യോടോ ഞാൻ പറയുന്നത്. ഇന്നലെ ആ കുട്ടി ഇവിടെ അഡ്മിറ്റ് ആക്കിയത്. BP കൂടി കൊണ്ടുവന്നതാ. കുറച്ചു കഴിഞ്ഞ് പനിയും വിറയലും എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു. കല്യാണ വേഷത്തിലായിരുന്നു. അവനുണ്ടോ ഇവിടെ? അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചു വരുത്തും. തോമസാ ആ കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയത്. രാവിലെ അവൻ ഫ്രഷ് ആവാന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതാ തന്നെ ഞാൻ വിളിച്ചത്. തോമസ് ആണോ പറഞ്ഞത് ആർവിന്റെ ഭാര്യയാണെന്ന്? അല്ല, ഞാൻ പറഞ്ഞില്ലേ തോമസ് രാവിലെ ഫ്രഷ് ആവാന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ കുട്ടിക്ക് ബോധം വരുമ്പോ അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ കുട്ടിയാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എപ്പോഴാ കുട്ടിയെ കൊണ്ടുവന്നത്? ഒരു 7:30-8 മണി ആയി കാണും. അന്നേരം ഞാൻ ഇവിടെ ഡ്യൂട്ടിയിലില്ല. പിന്നെ രാവിലെ ആ കുട്ടി പാനിക്കായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ദീപക് വന്ന് പറഞ്ഞപ്പോഴാ
ഞാൻ CCTV ചെക്ക് ചെയ്തത്. അപ്പോ തോമസ് ആണ് കൊണ്ടുവന്നതെന്നും കാറിലപ്പോ ആരവുണ്ടെന്നും എനിക്ക് മനസ്സിലായി. ആരവിന് എന്തോ പരിക്ക് പറ്റിയെന്നും ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു. അതായിരിക്കണം അവൻ ഇറങ്ങാത്തത്. എന്തോ സീരിയസ് കാര്യമുണ്ട്. ഞാൻ അറിഞ്ഞാൽ എന്തായാലും നീ അറിയുന്ന അവന് ഉറപ്പാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇവിടെ കയറാതെ പോയത്. അതായിരിക്കും തോമസിനെ വിട്ടത്. 7:30 8 മണിയോ 10 മണിക്കല്ലേ അവൻ വീട്ടിൽ വന്നത്. അപ്പോൾ മനഃപൂർവ്വം അവൻ ഈ കുട്ടിയെ ഒഴിവാക്കുമായിരുന്നു. അവൻ അങ്ങനൊന്നും ചെയ്യും. എന്താണോ താൻ ആലോചിക്കുന്നത്? താനും ആരവും തമ്മിലുള്ള പ്രശ്നം ആ കുട്ടിയുടെ മേലെ കാണിക്കണ്ടെന്നാ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ആ കുട്ടി ഒരു പാവാണെന്ന് തോന്നുന്നു. ആരവും മോശക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തന്റെ അച്ഛൻ വളർത്തിയതിന്റെ ചെറിയ കുരുത്തക്കേട് അവന്റെ കയ്യിലുണ്ടെങ്കിലും അവനെ പോലെ മിടുക്കനായൊരു കുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 30 വർഷം ഞാൻ സർവീസിലുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. എത്ര പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? പക്ഷെ ആരവിനെ പോലെ ഒരു മിടുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തിന്, എന്റെ മോൻ ദീപക്ക് പോലും അവന്റെ അത്ര എത്തില്ല. എനിക്ക് അവനേക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ആരവ്. എന്താണോ അവന്റെ കരിയർ ഇങ്ങനെ ആയിപ്പോയത്? എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോ ഒരു വിഷമമാണ്. കുറെയൊക്കെ തനിക്കറിയാലോ. ഇനിയത് പറഞ്ഞ ഈ ഒരു ദിവസം തന്നെ ഇല്ലാതാവും. അത് വേണ്ട. ഞാൻ എന്തായാലും ആ കുട്ടിയൊന്ന് പോയി കാണട്ടെ. പിന്നെ ഞാനിതൊന്നും ചിന്തിക്കാഞ്ഞിട്ടല്ലടോ. അവൻ മെഡിക്കൽ ഫീൽഡ് വിട്ടിരിക്കാം, പക്ഷേ അവൻ എന്നെക്കാൾ നല്ലൊരു ബിസിനസ്മാനാണ്. പിന്നെ തന്നെക്കാൾ വളർന്ന മകനെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്താം, എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹോബി. ഇതൊക്കെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവനെ തിരിച്ച് മെഡിക്കൽ ഫീൽഡിലേക്ക് വരുത്താന്ന് വെച്ചാൽ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അവൻ്റെ അച്ഛനാണെന്നുള്ള ബോധ്യം അവനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ എൻ്റെ കൈയിടർത്തി എന്നെ വിട്ടു പോകാത്തത്. വരട്ടേടോ, പിന്നെ കാണാം. മാഡം ഇപ്പൊ ഓക്കെ അല്ലേ? മാഡത്തിനെ കാണാൻ സാറിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എണീക്കണ്ട, കിടന്നോളൂ. മോൾ ഓക്കെ അല്ലേ? എന്തായാലും എൻ്റെ മരുമോളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ ഹോസ്പിറ്റൽ ബെഡിലായല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. മോളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്നെപ്പറ്റി അത്ര നല്ല കാര്യമൊന്നും ആയിരിക്കില്ലല്ലേ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. പേടിക്കണ്ട, ഞാനത്ര ഭീകരനൊന്നും അല്ല കേട്ടോ. അച്ഛാ, അത് സോറി സർ, ഞാൻ അച്ചായി എന്ന് തന്നെ വിളിച്ചോളൂ. അതിനെന്തിനാ ഒരു സോറി? സർ, മാഡത്തിന്റെ ഡിസ്ചാർജ് പേപ്പർ എല്ലാം ശരിയായിട്ടുണ്ട്. മോള് റെഡി ആയിക്കോ, ഞാൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഇത് ഇയാൾ അഭിനയിക്കുകയാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരെ ഇത്രക്കാലം പറഞ്ഞ അച്ഛൻ ഇയാൾ എത്ര പാവമായിരുന്നു. അതോ എനിക്കറിയില്ല എന്താ ഇവിടെ സംഭവിക്കുന്നത്. മോളെ, ഡിസ്ചാർജ് പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ആരവ് ഇന്ന് അവിടെ ഉണ്ടാവില്ല, പക്ഷേ അമ്മ ഉണ്ടാവും. നമുക്ക് പോയാലോ? ആരോ പിന്നെ എവിടെ പോയതാണ്? അവനിന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ എബ്രോഡ് പോകേണ്ടി വന്നു. ഞാൻ പോയാൽ ശരിയാവില്ല. അത് അവൻ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ കാര്യമൊന്നും എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയാ മീറ്റിംഗ് ഒന്ന് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ അറേഞ്ച് ചെയ്തത്. അവനത് ഓർക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ കയ്യിന് ചെറുതായിട്ടൊരു പരിക്കുണ്ടായിരുന്നു. നമുക്കവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റുമായിട്ട് 2 ദിവസം കഴിഞ്ഞാലേ അവൻ വരും. എന്നാ പിന്നെ നമുക്ക് പോവാം. വിശ്വേട്ടാ, ഇത്
ഇത് നിന്റെ മരുമോള് തന്നെ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു. എനിക്ക് അവന്റെ സ്വഭാവം വെച്ച് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ ഞാൻ. മോള് വാ, അല്ലെങ്കിൽ അവിടെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. ഇവിടെ ഒരാൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, എന്റെ മോന് ഒട്ടുമില്ല. എങ്കിലും എന്റെ ഒരു വിശ്വാസത്തിനും സമാധാനത്തിനും മോളെ ഈ വിളക്കി പിടിച്ച് വലതുകാലം വെച്ച് കേൾക്കും. മോളെ, ആ വിളക്ക് ഇവിടെ വെച്ചു. എന്നിട്ട് വാ, ഞാൻ റൂം കാണിക്കാം. ഫ്രഷ് ആവാൻ തൽക്കാലം അമ്മയുടെ ഒരു ചുരിദാർ തരാം. അത് കഴിഞ്ഞ് നമുക്ക് വൈകിട്ട് പോയി വാങ്ങാം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും സംസാരിക്കില്ലേ? ഞാനിങ്ങനെ വളവള സംസാരിക്കും. മോൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ പറയണം കേട്ടോ. എനിക്കറിയാം, അവൻ പറഞ്ഞ കഥയിലൊന്നും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല അല്ലേ? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ സ്ഥലത്ത് ആരാണെങ്കിലും അങ്ങനെ മാത്രമേ പെരുമാറൂ. മോള് വന്ന ഉടനെ ഈ കഥയെല്ലാം പറഞ്ഞ് ഞാൻ മടുപ്പിക്കുന്നില്ല. ഞാൻ പറയാം. ഇപ്പം മോള് ഫസ്റ്റ് എടുക്കും. അമ്മ, എനിക്കങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ വന്നതിന്റെ അമ്പരപ്പ് മാറാഞ്ഞിട്ടാ ഇങ്ങനെയെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. അമ്മ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അതാ. പിന്നെ ആരവിനെ കാണാഞ്ഞിട്ട് അവനില്ലാത്തോണ്ട് വിഷമമുണ്ടല്ലേ? സാരല്ല, അവൻ 2 ദിവസം കഴിഞ്ഞാൽ വരും. അവനിങ്ങനെ ഒരു മീറ്റിംഗ് ഉള്ളത് ഞാനും അവനൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വിശ്വട്ടിനെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞപ്പോഴാ ഞാനത് ഓർക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കല്യാണം നടന്ന കാര്യം എനിക്കും വിശ്വട്ടിനൊന്നും അറിയില്ലായിരുന്നല്ലോ. പിന്നെ അവൻ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് ആയതുകൊണ്ടാ പോയത്. അല്ലെങ്കിൽ കയ്യിന് വയ്യാതെ ഞാൻ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ടാ അവൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞത്. മോള് വിഷമിക്കണ്ട. ശബരി വിളിച്ചപ്പോഴാണ് ഞാനും ഇതെല്ലാം അറിയുന്നത്. അവന് കയ്യിന് വയ്യാത്തതും ഇത്ര സീരിയസ് ആണെന്നൊക്കെ. അവനായിട്ട് അവന്റെ അസുഖമൊന്നും പറയില്ല, നമ്മൾ കണ്ടുപിടിച്ചോളണം. ഇന്ന് അവനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ശബരിയെ വിളിച്ചത്. അപ്പോഴാ ഫോൺ പോയ കാര്യവും കയ്യിന്റെ കാര്യവും ഒക്കെ പറയുന്നത്. ഫോൺ പോയതുകൊണ്ടായിരിക്കും മോളെ വിളിക്കാത്തത്. ശബരിയെ വിളിച്ചപ്പോഴും ശരിക്കുള്ള വിശേഷം ചോദിക്കാൻ പറ്റിയില്ല. നമ്മൾ പറയുന്നതൊന്നും അങ്ങോട്ട് കേൾക്കാൻ പറ്റുണ്ടായിരുന്നില്ല. ഞാൻ അവൻ പറഞ്ഞത് കേട്ട് ഫോൺ വെക്കേണ്ടി വന്നു. അമ്മേ, ശബരി അവനെ വിളിച്ച ആരവനോട് സംസാരിക്കാൻ പറ്റില്ലേ? രാവിലെ ഞാൻ വിളിക്കുമ്പോ അവൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യമൊന്നും കേട്ടില്ലായിരുന്നു. തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവന് കയ്യിന് വയ്യായിരുന്നു, അമ്മ ഇങ്ങോട്ടൊന്നും പറയണ്ട, എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഞാൻ ഫ്രീ ആവുമ്പോ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇനി അവൻ തിരിച്ചു വിളിക്കുമായിരിക്കും. അപ്പൊ ഞാൻ മോൾക്ക് തരാട്ടോ. അമ്മേ, എനിക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കാൻ. എന്റെ ഫോൺ മിസ്സായി, അതാ. മോളെന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. വൈകിട്ട് അച്ഛനോട് പറഞ്ഞ് ഞാൻ ഒരു ഫോണും സിമ്മും ഒപ്പിക്കാൻ നോക്കാം. പിന്നെ മോള് സംസാരിക്കുമ്പോഴേക്കും ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. റൂമിൽ വെള്ളം ഉണ്ടാവില്ല. जो दिल से लगे उसे कह दो हाय 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 हाय. ആ മോനെ, ആരെ നീയായിരുന്നോ? നിങ്ങളോ? നീ എന്താ ഇവിടെ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ? ഇവിടുന്ന് പോകും വരെ ഇതെന്റെ വീടായിരുന്നു. ഇതെപ്പോഴാ നിനക്ക് വിറ്റത്? നിങ്ങളുടെ വീടോ? ഇത് ആരവിന്റെ വീടല്ലേ? നീ എന്താ ആളെ പൊട്ടനാക്കുക? മോനെ, ആരോ? ഇയാൾ ആരവോ?